കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും നിലവാരമില്ലാത്ത വാക്കുകളിൽ പ്രതിപക്ഷ നേതാവിനെ പള്ളു പറഞ്ഞു നടന്ന വെള്ളാപ്പള്ളി നടേശനുണ്ടാകുന്ന ഒരു ഭാഷാശുദ്ധി പിണറായി വിജയനെ ഉയർത്തിക്കാണിക്കുന്നതിന് പകരം കെ ശൈലജ ആയിരുന്നെങ്കിൽ എന്ന മട്ടിൽ ചില ഇടതു സഹയാത്രികരുടെ ദീർഘനിശ്വാസം, ഷാഫി പറമ്പിലിനെ വർഗീയവാദം എന്ന് ചാപ്പയടിക്കാനുള്ള നീക്കമൊക്കെ ഒരു സൂചകം, ഒരു മാപിനിയാണെങ്കിൽ കേരളത്തിൽ മാറ്റത്തിന്റെ കാറ്റാണ്. പക്ഷേ ഉറപ്പിക്കാറായില്ല. അടിയൊഴുക്കിൽ വൻമരങ്ങളുടെ വീഴ്ചയോ വാഴ്ചയോ എന്നറിയാൻ ഇനിയുമുണ്ട് 18 നാൾ. പക്ഷേ അധികാരമങ്ങ് ഉറപ്പിച്ച മട്ടിൽ കോൺഗ്രസിൽ ആരാണ് മുഖ്യമന്ത്രി എന്നാണ് കൊണ്ടുപിടിച്ച ചർച്ച. കേവലം സൈബർ മാത്രമല്ല, കെ സുധാകരനെ പോലൊരു മുതിർന്ന നേതാവ് അടക്കം എരുതിയിൽ എണ്ണയായി. കമന്റ് ബോക്സ് പൂട്ടേണ്ട വന്ന അവസ്ഥയിലായിരുന്നു അവിടെ പ്രോ വി ഡി വികാരം. വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല ആരും അയോഗ്യരല്ല. രണ്ടാം പിണറായി സർക്കാർ എന്ന ചരിത്ര നിമിഷം സാധ്യമായ 2021 കേവലം 22 സീറ്റിലേക്ക് ഇടിഞ്ഞു താണ് ആത്മാഭിമാനവും ആത്മവിശ്വാസവും തകർന്നൊരു പാർട്ടി, ഒരു മുന്നണിയെ ശക്തമായി നയിച്ച നേതാവാണ് വി ഡി. ചേലക്കര ഒഴികെ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിൽ വെറും വിജയമായിരുന്നില്ല. ഏതാണ്ട് കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്ത എണ്ണം പറഞ്ഞ വിജയങ്ങൾ. ലോക്സഭയിൽ വൻ വിജയം, തദ്ദേശത്തിൽ വൻ മുന്നേറ്റം, പിണറായിയോട് നേർക്കുനേർ വാക്പോരുകൾ, തകർന്നടിഞ്ഞൊരു മുന്നണിയുടെ മുന്നേറ്റം. മുന്നിൽ നിന്ന് ചങ്കുറപ്പോടെ നയിച്ച ലീഡറാണ് വി ഡി. കെ സി വേണുഗോപാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ രാഹുലിന്റെ വലംകൈ എന്നത് മാത്രമല്ല പ്രസക്തി. രാഷ്ട്രീയമായ ഒരു മോശം കാലത്ത് പല സംസ്ഥാനങ്ങളിൽ ലോക്സഭയിൽ കോൺഗ്രസ് പ്രതിരോധങ്ങളുടെ കുന്തമനയാണ്. തലപ്പൊക്കത്തിൽ നാഷണൽ ലീഡർ. ആ ഭരണ തുടർച്ച ഒരു സാധാരണ കാലത്തായിരുന്നു അല്ല. ലോകത്തെവിടെയും അത് പ്രകടമായി ഒരു ഡിസാസ്റ്റർ കാല സർക്കാരിനോട് അതത് നാടുകളിലെ ജനത സ്നേഹം കാണിക്കാറുണ്ട്, അനുഭാവം കാണിക്കാറുണ്ട്. അതുകൊണ്ട് ആ ഭരണ തുടർച്ച എല്ലാ കാലത്തും രമേശ് ചെന്നിത്തലയെ റദ്ദാക്കുന്നുണ്ടോ? ഇല്ല. ഒറ്റമുഖം ഒറ്റധാര എന്നതിലപ്പുറം യോഗ്യരായ പല നേതാക്കൾ ഉണ്ടാവുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അയോഗ്യതയുമല്ല. ആര് മുഖ്യമന്ത്രിയാണെന്ന ചർച്ചയിൽ ഒരു നാണക്കേടും വിചാരിക്കേണ്ടതില്ല. പക്ഷേ എല്ലാ ചർച്ചകൾക്കും അതിൻ്റെതായ സമയമുണ്ട്. അസ്ഥാനത്തെ ചർച്ചകൾ, അസ്ഥാനത്തെ ലോബിയിങ്, കോൺഗ്രസ് നേതാക്കളെ നിങ്ങൾക്ക് വോട്ട് ചെയ്തവരെ കളിയാക്കലാണ്, അപഹാസ്യമാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.